ഹലോ, സുജി ഹിയർ. ലെറ്റ്സ് സ്റ്റാർട്ട് ലോങ് വുൾഫ് മാച്ച് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് റൗണ്ടും കാര്യങ്ങളായതുകൊണ്ട് പയ്യെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ആളെ ഇതുവരെ എൻ്റെ കൺമുന്നിൽ കിട്ടിയിട്ടില്ല. ആളെ ഫുള്ള് ഞാൻ പരതി നോക്കുന്നുണ്ട്, എങ്ങും കാണുന്നില്ല. ഒരു കാലച്ച പോലും കേൾക്കുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സൈഡിൽ നിന്ന് ഓടുന്ന പോലെ തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് സ്കില്ലും കാര്യങ്ങളും ഇട്ടപ്പോൾ ആളവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ഡാമേജും കാര്യങ്ങളും കണ്ട്. പിന്നെ മോക്കോ വന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഫ്രോസ് എടുത്ത് എറിഞ്ഞു. ഡാമേജ് കിട്ടിയില്ല, പക്ഷേ അവിടെ നിന്ന് ഓടിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുകളിൽ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ കയറിയപ്പോൾ എനിക്കൊന്ന് താഴെ ഉണ്ടെന്ന്. അങ്ങനെ താഴെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും അവിടെയൊന്നും കാണാനില്ല. ഞാൻ ഫുള്ള് കറങ്ങി ബാക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒളിച്ച് നിൽക്കുകയായിരുന്നു ഗൈസ്. ഫസ്റ്റ് റൗണ്ട് എന്തായാലും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് പിടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ ഓടി വരുന്നുണ്ട്. ഞാൻ അടിച്ചെങ്കിലും അധികം ഡാമേജ് കിട്ടിയില്ല. പിന്നെ ഞാൻ സ്കില്ലും കാര്യങ്ങളിലൂടെ പിന്നെ കുറച്ച് ഡാമേജും കാര്യങ്ങളും കൊടുത്തപ്പോൾ കവറെടുത്ത് ഞാനാണെങ്കിൽ ഗ്ലൂ വാൾ ഇടാൻ നോക്കിയിട്ട് അത് 1.5 പാളിലായിപ്പോയി. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഗ്ലൂ വാളും വീണ് എനിക്ക് നല്ല ഡാമേജും കിട്ടി. പെട്ടെന്ന് എന്തായാലും ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോസൊക്കെ എടുത്തെറിഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരുന്ന ആൾ ഹീൽ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിടിച്ചങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റൗണ്ട് അങ്ങ് എടുത്ത് ഗൈസ്. പിന്നെ അടുത്ത മൂന്നാമത്തെ റൗണ്ടായപ്പോഴത്തേക്കും ഞാൻ ഫുൾ അവിടെ ഓടി നടന്ന് നോക്കിയിട്ട് ഒരു കാലച്ച പോലും പിന്നെയും കേൾക്കാനില്ല. ഫുൾ ഒളിച്ച് കളിയായിരുന്നു. ഞാൻ നോക്കിയിട്ട് എങ്ങും കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ആൾ വന്നു. അങ്ങനെ ആളെ കണ്ടിട്ട് ഞാൻ ഗ്ലൂ വാൾ ഇടാൻ തന്നെ ഞാൻ വിചാരിച്ച് വേണ്ട. കവറും കാര്യങ്ങളും എടുത്ത് ഞാൻ പിന്നിലേക്ക് എന്നിട്ട് പെട്ടെന്ന് ഫ്രോസും കാര്യങ്ങളൊക്കെ എടുത്തെറിഞ്ഞിട്ട് താഴെ ഇറക്കാൻ നോക്കി. താഴെ ഇറങ്ങിയ ഉടനെ എനിമി എന്തായാലും ഗ്ലൂ വാളും കാര്യങ്ങളും ഇട്ട് ഞാൻ അപ്പോഴേക്കും 2 കണ്ണും കൂടി എടുത്ത് കുത്തിപ്പിടിച്ചങ്ങിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് സെയിം ഗണ്ണാണ്. ഞാൻ പിന്നെ ഇനി കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. ഫുള്ള് ഒളിച്ച് കളിയായതുകൊണ്ട് എനിക്ക് ഇറങ്ങിയ ഉടനെ കുറച്ച് നേരം ഞാൻ നോക്കണം എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരെ ചുമ്മാ ഓടിക്കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ 2 കണ്ണിട്ട് അടിച്ചിട്ടും വീണില്ല ഗൈസ്. മൂന്നാമത് പിന്നെ എനിക്ക് ലോഡാക്കേണ്ടി വന്നു. എന്തായാലും അതും കുത്തിപ്പിടിച്ചെടുത്ത്. അടുത്ത റൗണ്ട് ഇത്രയും ലോങ് ആയതുകൊണ്ട് ലോങ് ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇങ്ങനെ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലോങ് ഗണ്ണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ കുറേ ഡാമേജ് അങ്ങോട്ടും കൊടുത്ത് എനിക്കും ഇങ്ങോട്ട് കുറേ ഡാമേജ് കിട്ടി. പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു, കാരണം അത്രയും ഡിസ്റ്റൻസിലേക്ക്. എന്തായാലും ഓൻ ഇറങ്ങി താഴേക്ക് വരൂലെന്നുള്ളത് ഉറപ്പായിരുന്നു. എനിമി എന്തായാലും റഷ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഫുള്ള് ഒളിച്ചിരുന്ന് അടിച്ചിടാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു എനിമിയായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനും ആ സെയിം മെൻറ്റാലിറ്റിയിൽ തന്നെ കയറി നിന്ന് എങ്ങനെ ഞാൻ താഴെ ഇറങ്ങി ചെന്നാൽ നേരെ എന്നെ അടിച്ചിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് ഞാൻ അടിച്ചിട്ട് ഗൈസ്. അടുത്ത ലാസ്റ്റ് റൗണ്ടും സെയിം പൊസിഷനിൽ തന്നെ ഞാനും എനിമിയും വന്ന് നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് ഡാമേജും കാര്യങ്ങളും കയറുന്നുണ്ട്. ആൾക്ക് ഞാൻ ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അടിക്കാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെട്ടെന്ന് എനിമി ഓടി അങ്ങോട്ട് പോയ ടൈമിൽ ഞാനങ്ങ് അടിച്ചിട്ട് ഗെയിം. അങ്ങനെ 5-1 എന്നുള്ള പൊസിഷനിൽ ബൂയ കിട്ടിയിട്ടുണ്ട്.